അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ 100 പ്രാവശ്യം ആലോചിക്കും. എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. കാരണം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വീഡിയോ മീൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സുന്ദരിയല്ലെന്നറിയാം, പക്ഷേ എന്നാലും നമ്മളത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് അമ്മയുടെ ഒരു പഴയ സാരി നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതായത് മീൻസ് ഉടുത്ത് നോക്കാം. വളരെ ചുളിവുള്ളൊരു സാരിയാണ്. അതെങ്ങനെയൊക്കെയോ തട്ടിക്കുട്ടി ഉടുത്തെടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അത്തയുടെ കൂടെ ഔട്ടിങ്ങിന് പോവാണ്. രണ്ട് സത്യം തുറന്ന് പറയാമല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ എന്തൊക്കെയോ ജാന് പറഞ്ഞു തന്ന അറിവിൽ കൺസീലർ ഇടുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഫേസിൽ, സൺസ്ക്രീൻ. കാരണം എൻ്റെ മുഖത്ത് ആക്നെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇടും. പിന്നെ ഈ കൺസീലർ മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതും ഞാൻ വന്ന ഉടനെ ഫേസ് വാഷ് ചെയ്ത് അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് സൺസ്ക്രീൻ ഇടും. അതാണ് എപ്പോഴും സൺസ്ക്രീൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒന്നും എനിക്ക് എൻ്റെ മുഖത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ എത്ര നല്ലതായിരിക്കും, ഓരോന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വെളിച്ചെണ്ണ പോലും തേക്കാൻ പറ്റില്ല, അതാണ് കഷ്ടം. പിന്നെ ഞാൻ കണ്ണെഴുതി ഞാൻ ഫസ്റ്റ് ടൈം ഐലൈനർ താഴെ എഴുതുമ്പോൾ എപ്പോഴും പടരും. അതുകൊണ്ട് ലാക്മേഡ് ഐലൈനർ യൂസ് ചെയ്ത് നോക്കി. പിന്നെ മസ്കാര, അത് കഴിഞ്ഞ് നോർമൽ കുപ്പിവെള്ളം ഇടുമല്ലോ, സിന്ദൂരം ഇട്ട് പൊട്ടിട്ട് നോർമലായിട്ടുള്ളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. പിന്നെ സ്പ്രേ അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ലക്ഷ്മി നാരായണൻ അമ്മ അങ്ങനെ പറയും, അത് നമുക്ക് വെൽത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 3 പ്രാവശ്യം പറഞ്ഞിട്ട് കഴുത്തിൻ്റെ പുറകിൽ ചെയ്യും. തേച്ച് കഴിഞ്ഞിട്ട് ബോഡിയിൽ അടിക്കും. അപ്പോൾ എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.